ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിലെ കാണാതായ സ്വർണം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടി വിനോദൻ ഇന്ന് തിരിച്ചേൽപ്പിക്കുമെന്ന് ട്രസ്റ്റി ബോർഡ് അംഗം ബാബു. 20 പവൻ സ്വർണമാണ് ക്ഷേത്രത്തിൽ നിന്ന് കാണാതായത്. തേവരെ കാത്തോണെ എന്ന മാതൃഭൂമി ന്യൂസ് പരമ്പരയിലാണ് ഈ വാർത്ത പുറത്തു വന്നത്. ഒരുമിച്ച് വെച്ചതിൽ പല അമ്പലങ്ങളിൽ മാറിപ്പോയതായിരിക്കാം. അത് പെട്ടെന്ന് എത്തിച്ചേരാമെന്നാണ് പറഞ്ഞത്. എത്തിച്ചേരാമെന്നാണ് 3-ാം തീയതി എത്തിച്ചേരാമെന്ന് പറഞ്ഞു. പക്ഷെ 3-ാം തീയതി വെരിഫിക്കേഷൻ ഓഫീസർ വന്ന് അപ്രൈസറും കൂട്ടി വന്ന് വെള്ളിയുടെ കണക്കെടുത്ത് അതെല്ലാം കൃത്യമാണുണ്ടാകുന്നു. എന്തൊക്കെ കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞാൽ അത് നോക്കുമ്പോൾ 52 അത് കറക്റ്റാണ്. അന്ന് വിനോദ് സാറിനെ വിളിച്ചപ്പോൾ വിനോദ് സാർ പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലാണുള്ളത്, സുഖമില്ലാണ്ട് അഡ്മിറ്റാണ്, ഛർദിയും ആരോഗ്യ പ്രശ്നങ്ങളായത് കാരണം 8-ാം തീയതി ഇന്ന് 11 മണിയോടെ അമ്പലത്തിൽ വന്ന് സാധനം കൈമാറാന്ന് പറഞ്ഞ് സ്വർണം തരാമെന്ന് പറഞ്ഞു. ഇന്ന് 10-11 മണിയായിട്ടും വന്നിട്ടില്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ തീരുമാനം ഉച്ചയാകുമ്പോഴത്തേക്കിന് ഓഫീസർ പേരിൽ പരാതി നൽകാനാണ് തീരുമാനം. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഇംതിയാസ്, അങ്ങനെ മാറിപ്പോകാൻ പാകത്തിൽ സ്വർണ്ണ ഇടപാടുകൾ നടക്കുന്ന ഇടമല്ലല്ലോ ക്ഷേത്രം എന്ന് പറയുന്നത്. പരിഭാവനമായി കാത്തു സൂക്ഷിക്കുന്നതാണ് ക്ഷേത്രത്തിലെ സ്വർണം എന്ന് പറയുന്നത്. അതങ്ങനെ ഒന്ന് മാറി എടുത്തുകൊണ്ട് പോകാൻ പാകത്തിൽ വെച്ചിരിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഈ വിശദീകരണം എന്ന് പറയുന്നത് എത്രത്തോളം തൃപ്തികരമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇന്ന് ഇത് തിരിച്ചേൽപ്പിച്ചില്ല എങ്കിൽ നിയമ നടപടി എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. മധുസജി, തീർച്ചയായിട്ടും അങ്ങനെ ഒട്ടും തൃപ്തികരമല്ലാത്ത ഒരു മറുപടിയാണ് എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിലെ അടക്കം എല്ലാ ക്ഷേത്രങ്ങളിലെയും സ്വർണ്ണമൊക്കെ വളരെ പരിഭാവനമായി തന്നെ ആ രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നതാണ്. ഇത് വഴിപാടായി കാണിക്കയായി ക്ഷേത്രത്തിന് ലഭിച്ച സ്വർണ്ണമാണ്. 20 പവനോളം ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ സ്വർണ്ണമാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ല എന്ന കാര്യം വ്യക്തമാവുന്നത്. പിന്നീട് മാതൃഭൂമി ന്യൂസ് തേവരെ കാത്തോണെ എന്ന ക്യാമ്പയിൻ ചെയ്യുന്നു. ആ ക്യാമ്പയിനിലൂടെയാണ് ഈ വാർത്ത ആദ്യമായി പുറത്തു വരുന്നത്, ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇതോടുകൂടി ഇപ്പോൾ നമ്മൾ ഈ ടി വിനോദൻ, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടി വിനോദനെ അടക്കം ബന്ധപ്പെടുമ്പോൾ, ക്ഷേത്ര ഭാരവാഹികളും ബന്ധപ്പെടുമ്പോൾ ഇന്ന് 11 മണിയോടുകൂടി ആ സ്വർണ്ണമൊക്കെ ക്ഷേത്രത്തിൽ തിരിച്ചേൽപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയൊരു 10 മിനിറ്റ് കൂടെ സമയമുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ ക്ഷേത്രം ഭാരവാഹികളടക്കം ഉള്ളവർ. പക്ഷേ അത് വന്നില്ലെങ്കിൽ, ഇന്ന് ഇദ്ദേഹം ഇവിടെ എത്തിയില്ലെങ്കിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനം. അതായത് ആദ്യം ഈ ടി വിനോദിന് ശേഷം ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായി എത്തുന്നത് സജീവൻ എന്ന് പറഞ്ഞയാളാണ്. അദ്ദേഹം എത്തുന്നു, ഈ കണക്കുകൾ പരിശോധിക്കുന്നു. അങ്ങനെ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്താണ് 20 പവൻ സ്വർണത്തിന്റെ കുറവ് ഇവിടെ കണക്കിൽ പ്രശ്നമുണ്ട് എന്ന് കാണുന്നത്. അത് പ്രകാരം നോട്ടീസ് അയക്കുന്നു. നോട്ടീസ് അയച്ചിട്ട് മറുപടി ലഭിക്കുന്നില്ല. പിന്നീട് ഹരിദാസൻ എന്നയാൾ വീണ്ടും എക്സിക്യൂട്ടീവ് ഓഫീസറായി വരുന്നു. അദ്ദേഹത്തിന്റെ പരിശോധനയിലും ഇത് വ്യക്തമാവുന്നുണ്ട്. നോട്ടീസ് അയച്ചിട്ട് മറുപടിയില്ല. പിന്നെയാണ് ദിനേശൻ എന്നേ പറയുന്നയാൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹം നോട്ടീസ് അയച്ചിട്ട് മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഈ ശബരിമല പശ്ചാത്തലത്തിലൊക്കെ ഇത് വിവാദമാവുമ്പോൾ ആണ് ഇപ്പോൾ വിനോദനിലേക്ക് ഇങ്ങനെ സംശയം വരുന്നതും വിനോദൻ തന്നെ തിരിച്ചേൽപ്പിക്കാമെന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ്. എനിക്കൊപ്പം നേരത്തെ നമ്മൾ ബൈറ്റിലൊക്കെ കണ്ട ഈ ട്രസ്റ്റി ബോർഡ് അംഗമായിട്ടുള്ള ഒരാൾ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ബാബു എനിക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടെ സമയമുണ്ട്. പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. 11 മണിക്ക് വരുന്ന പറഞ്ഞു. 11 മണി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ പറഞ്ഞോണം നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുക, സ്റ്റേഷനിൽ പരാതിയായിട്ട് കൊടുക്കാൻ പോകുകയാണ്. 11 മണിയിലേക്ക് ആക്കും. അത് കഴിഞ്ഞാൽ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുക. പിന്നെ അതിൽ പറഞ്ഞാൽ ഇപ്പോൾ സജീവൻ ഓഫീസർ ഇത് കണ്ടിട്ടില്ല, ഹരിദാസൻ ഓഫീസർ ഇത് കണ്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉള്ള ദിനേശൻ സാറ് വന്നേരാന്ന് ഓഫീസർ വന്ന് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അന്നപ്പാണ് ഈ കുറവ് കാണുന്നത്. അല്ലാണ്ട് സജീവൻ സാറിന് ഇത് ഹാൻഡ് ഓവർ ചെയ്തില്ല, ഹരിദാസൻ സാറിന് ഹാൻഡ് ഓവറില്ല. അവർക്ക് ഈ കുറവ് കണ്ടുപിടിക്കാനായില്ല. എന്താ വെച്ചാൽ ഹാൻഡ് ഓവർ ചെയ്യാത്തത് കൊണ്ട് ഇപ്പം ദിനേശൻ സാറ് വന്ന് ചാർജ് എടുത്തരാന്ന് ദിനേശൻ സാറാണ് ഇപ്പോൾ ഈ കുറവ് കണ്ടുപിടിച്ച്. കണക്കുകൾ കൃത്യമായി വെക്കാതെ സ്വർണം കൃത്യമാണെന്ന് ഇവിടെ ഉറപ്പുവരുത്താതെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ആ സ്ഥാനം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലെന്നത് ദേവസ്വത്തിന്റെ റൂളാണ്. ആ റൂളിനെ അടക്കം, നിയമത്തെ അടക്കം ഇവിടെ മറികടന്നിട്ടുണ്ട്. അത് ഓഫീസർ പറയേണ്ടതാണ്. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. അത് നമ്മൾ കാത്തിരിക്കുകയാണ്. വന്നില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും. അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇന്ന് വന്നില്ലെങ്കിൽ എന്തായാലും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുക, അത് തന്നെയാണ് അവരുടെ തീരുമാനം. പക്ഷേ ഇതിനകത്ത് ഇത്രയും കാലം 3-4 വർഷമായി, ഇത്രയും വർഷമായിട്ടും ഇങ്ങനെയൊക്കെ നോട്ടീസ് നൽകിയിട്ടും ഇദ്ദേഹം മറുപടി നൽകാത്ത പശ്ചാത്തലത്തിലും എന്തുകൊണ്ട് ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോയില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. വിവരങ്ങൾ നൽകിയത്. ഈ സംഭവം നേരത്തെ കണ്ടുപിടിച്ചിട്ടും എന്തുകൊണ്ട് ഇതുവരെ നിയമ നടപടി ഉണ്ടായില്ല? ഇന്നും 11 മണി വരെ എന്നൊരു സമയപരിധി നൽകി കാത്തിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ കൃത്യമായി ഓഡിറ്റ് നടക്കുക, കൃത്യമായ കണക്കെടുപ്പുണ്ടാവുക എന്നത് നടക്കാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നത് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്.